കുടിക്കാൻ വെള്ളമില്ല. ഇപ്പോൾ കിൻഫ്ര പാർക്കിലെ പല വ്യവസായങ്ങൾക്കും വെള്ളമില്ല. എന്തിനേറെ ജവാൻ എന്ന് പറയുന്ന പോപ്പുലർ ബ്രാൻഡായ മദ്യം കേരള ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ മദ്യം നിർമ്മിക്കാൻ പോലും അവിടുത്തെ പ്ലാന്റിന് ഇതുവരെ വെള്ളം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റാണ്. ഗവൺമെൻറ്റിൻ്റെ മലബാർ ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തും. റെയിൻ ഷാഡോ ഏരിയ ആണിത്. മഴനിഴൽ പ്രദേശത്ത് എത്ര ശതമാനം വെള്ളം കിട്ടുമെന്ന് ഇവർ പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ? ഭൂഗർഭ ജലത്തിൻ്റെ അളവ് പരിശോധിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, ഈ കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുത്തു? ഇപ്പം പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ധാരാളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ കമ്പനികളുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഓയിൽ കമ്പനിയാണ് ഇവരെ പിന്തുണച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. രാജ്യത്ത് നിരവധി ഓയിൽ കമ്പനികളുണ്ട്, പ്രൈവറ്റ് ഓയിൽ കമ്പനികളുണ്ട്. അവരാരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അവരെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെൻറ് ചന്ദ്രശേഖർ റാവുവിൻ്റെ ഗവൺമെൻറ് ഇതിൻ്റെ പിന്നിലുണ്ട്. ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ആ ഇടപാടും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴേ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും അവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഗവൺമെൻറ്റും തമ്മിലൊരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇവർ തിരഞ്ഞെടുത്തത്. ആ കമ്പനിയെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്ത് ഫേവറേറ്റിസമുണ്ട്, നെപ്പോട്ടിസമുണ്ട്. അതുകൊണ്ട് ഇത് കറപ്ഷനാണെന്ന് ഞങ്ങൾ പറയുന്നു. ഈ അഴിമതി ആരോപണം വളരെ ഉത്തരവാദിത്വത്തോടെ നിയമസഭയിൽ എഴുതി കൊടുത്ത് പ്രതിപക്ഷം തീരുമാനിച്ചതിനനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി നേരത്തെ തീരുമാനിച്ചു പോയതാണ്. എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി നടത്തേണ്ട മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം മാറ്റിവെച്ചതാണ് ഇന്ന് 21. അത് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോട് ഞങ്ങൾ ഉന്നയിക്കുന്നു. ഗവൺമെൻറ് ജനനന്മയെ കരുതി ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇത് വരാത്തതിൽ എനിക്ക് ആശ്ചര്യമുണ്ട്. കേരളത്തിലെ 89 സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ്. ജ്യോതിലാൽ ഏത് ഉത്തരവും ഏത് സമയത്തും ഇറക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഇതിൻ്റെ ഇറക്കാനുള്ള കാരണം ഇവിടെ 89 സ്ഥലത്ത് വൈൻ പാർലറും ബിയർ പാർലറും അനുവദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വെച്ചാൽ മാത്രമേ, എൻ്റെ പേരുകളൊന്നും തന്നെ ഇത്ര 89 സ്ഥലമുണ്ട്. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചാൽ മാത്രമേ 89 സ്ഥലങ്ങൾ വൈൻ പാർലറുകളും ബിയർ പാർലറും അനുവദിക്കാൻ കഴിയൂ. ഇതുകൂടി ചേർത്ത് വായിക്കണം. നാട്ടിൽ മദ്യം ഒഴുക്കുകയാണ് അനാവശ്യമായി. ആവശ്യമില്ലാത്തടത്തെല്ലാം ഇത് കൊടുത്ത് ഇതുകൊണ്ടൊന്നും ടൂറിസ്റ്റുകൾ വരുന്നില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടിയാണോ വരുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ കൊടിയ അഴിമതിയുണ്ട്. ആ അഴിമതി അന്വേഷിക്കണം. ഇപ്പോഴും എൻ്റെ കേസ്, കഴിഞ്ഞ ബ്രൂവറി രജിസ്റ്ററി കേസ് ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. എൻ്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ കേസാണ്. കാരണം ഈ തീരുമാനമെടുത്തത് 2018 മുമ്പായിരുന്നു. ഈ തീരുമാനം ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ അനുവാദം വേണമെന്നുള്ള തീരുമാനം 2018 എടുത്തത്. അതുകൊണ്ടാണ് ഗവർണർ എനിക്ക് തരാതെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ. കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ആ ഉത്തരവ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പോൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന എൻ്റെ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് 600 കോടി രൂപയുടേതാണ്. കോടിയെന്ന് കേട്ടാൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്നേഹമാണ്. കോടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് താല്പര്യം കൂടി. അങ്ങനെയാണ് ഇത് അനുവദിച്ചത്. ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, CPM എന്നും ഒരു കറവ പശുവാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്.
3 ഡിസ്റ്ററിയും ഒരു 3 ബ്രൂവറിയും ഒരു ഡിസ്റ്ററിയും അനുവദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തത് കാര്യകാരണ സഹിതമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് മദ്യനയത്തിൽ ആദ്യം മാറ്റം വരുത്തുന്നു, ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു, ക്യാബിനറ്റ് തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ്, പാർട്ടി നടത്തിയ ഒരു വലിയ അഴിമതിയാണ്. അതിന് ടെൻഡർ വിളിക്കണ്ടേ? മറ്റ് കമ്പനികളുണ്ടോ എന്ന് അറിയണ്ടേ? ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? അല്ല, ഇങ്ങനൊരു പദ്ധതി തുടങ്ങുമ്പോൾ കേരളത്തിൽ പണ്ട് അച്യുതമേനോൻ ഗവൺമെൻറ് കാലത്ത് ടെൻഡർ വിളിച്ചിരുന്നു. അന്ന് ധാരാളം ആളുകൾ അപ്ലൈ ചെയ്തു. 5 കമ്പനിയെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. വലിയ തർക്കങ്ങളുണ്ടായി ആ സമയത്ത്. അന്ന് പിന്നെ എന്തിനാണ് വിളിച്ചത് ടെൻഡർ? ഇത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഇവിടെ വെള്ളം കിട്ടുമെന്ന്? വാട്ടർ അതോറിറ്റി പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുന്നു. 2, ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? ഇന്ത്യയിൽ ഈ കമ്പനി മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്നതനുസരിച്ച് ഈ കമ്പനി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, ഒന്നല്ല, ആരോരും അറിയാതെ ഈ കമ്പനിയെ മാത്രം വിളിച്ച് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ഇത് തന്നെയാണ് ചെയ്തത്. ഞാൻ 3-4 ഡിസ്റ്ററീസിൻ്റെ പേര് പറഞ്ഞല്ലോ. നിലവിൽ പോലും ഇല്ലാത്ത കമ്പനികളെ കടലാസിൽ അപേക്ഷ വാങ്ങി അവർ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. അന്നത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അതുപോലെ ഇതും പിൻവലിക്കേണ്ടി വരും. കേരളത്തിലെ ജനങ്ങളുടെ രോഷത്തിന് മുമ്പിൽ ഈ സർക്കാരിന് പിൻവലിക്കേണ്ടി വരും. അഴിമതി സാമ്പത്തിക അഴിമതി തന്നെ. അല്ല പിന്നെന്തോ അഴിമതിയാ? അതും ആ പാർട്ടി വാങ്ങിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അല്ല, അത് വരട്ടെ. അഴിമതി എത്ര ഉണ്ടെന്നൊക്കെ ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇനി പറയാം നമുക്ക്.